ധന്യ, ഇന്നലെ ഞാൻ ആ ദുഃഖവാർത്ത അറിഞ്ഞിരുന്നു, പക്ഷേ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ എന്നാണ് ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കാറ്. പക്ഷേ ഒരാളുടെ മരണം, ആ മരണത്തെ ഇത്രയധികം ആളുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തുമാത്രം മറ്റുള്ള ആളുകളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കണം. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും വെറുപ്പ് സമ്പാദിച്ചും ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇങ്ങനെ ഒരു മരണം എന്ന് പറയുന്നത്. മരിച്ചാലും വാതോരാതെ സംസാരിക്കുന്നുണ്ട് എല്ലാവരും. ഞാനടക്കം അദ്ദേഹത്തിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ സംസാരവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും മറ്റുള്ളവരിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാവും അല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത് മസൂദ് സഖാഫി ഗൂഡല്ലൂർ ഉസ്താദിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം ശരിക്കും പറഞ്ഞാൽ താങ്ങാനാവുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകാതെ നമ്മളൊക്കെ എവിടെ പോകാനാണല്ലേ. എപ്പോഴാണോ ദൈവം തമ്പുരാൻ വിളിക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക്